ഈ കാണുന്നത് ശാർക്കര അമ്പലമാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. ഞങ്ങൾ അമ്പലത്തിൽ പോയി. അങ്ങനെ അവൾക്ക് ഒരാഗ്രഹമായിരുന്നു പോയി കാണണമെന്ന്. ഞാനും അവളും കൂടെ അമ്പലം കാണാൻ വേണ്ടി പോയി. അവിടെ പറമ്പുണ്ടായിരുന്നു, പറമ്പിലെ കാഴ്ചകൾ കണ്ടു. അങ്ങനെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു. അങ്ങനെ കുറച്ച് അമ്പലത്തിൽ നിന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് വിത്തുകൾ മേടിച്ചു. കൃഷി നടാനായിട്ട് കുറച്ച് വിത്തുകൾ നമ്മൾ സെലക്ട് ചെയ്ത് മേടിച്ചു. അങ്ങനെ ചെറിയ ചീര വിത്തും അതും ഇതുമൊക്കെ ഞങ്ങൾ മേടിച്ചു. പിറ്റേന്ന് വീട്ടിൽ വന്നു. എനിക്ക് വർക്കില്ലായിരുന്നു. അങ്ങനെ ഈ മേടിച്ച വിത്ത് നട്ട് എടുക്കണമല്ലോ, സ്ഥലമില്ലായിരുന്നു. ഈ സൈഡിലൊന്നും സ്ഥലമില്ലായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന ആ ചെടിച്ചട്ടികളെല്ലാം ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി. എല്ലാം നല്ല ആ സൈഡ് മൊത്തം ഒഴിച്ച്. അപ്പോൾ കുറച്ച് കല്ല് അവിടെ പണി ചെയ്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഒരു 4-5 കല്ലുണ്ടായിരുന്നു. അപ്പോൾ ആ കല്ലെല്ലാം ഞാൻ പറക്കി വെച്ച് ആ സൈഡിൽ ഒതുക്കി വെച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ടു എല്ലാം ലെവലാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് ഒന്ന് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതിൻ്റെ വർക്കായിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ആ അപ്പുറത്ത് നിൽക്കുന്ന പ്ലാവ് കണ്ടില്ലേ, ചെറിയ പ്ലാവ്, അത് കഴിഞ്ഞ വർഷം നമ്മൾ ശാർക്കര പോയപ്പോൾ മേടിച്ചതാണ്. ആ നിൽക്കുന്ന എൻ്റെ സൈഡിൽ നിൽക്കുന്ന ആ പ്ലാവ്. അപ്പോൾ അത്രയും എൻ്റെ ആ നിൽക്കുന്ന സൈസിനുള്ള പൊക്കമായത് ഒരു വർഷത്തെ ആ ഗ്യാപ്പിലാണ്. അപ്പോൾ ഇത് ഞാൻ കല്ല് വെച്ചപ്പോൾ കുറച്ചുകൂടെ നീട്ടി വെക്കണമായിരുന്നു. ഫേസ് അത്രയ്ക്കുള്ള ഫേസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നീക്കിയിട്ട് ഒരു കല്ലൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ തോണ്ടി കുറച്ച് കട്ടി മണ്ണാണ്, നമ്മളെ ചെന്മണ്ണ്. അത് ഉറച്ച് കിടക്കുകയാണ്, കൊത്തി കിടക്കി വെച്ചത്. അങ്ങനെ ലാസ്റ്റ് കല്ല് ഞാൻ എടുത്തുകൊണ്ട് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വളം വേണമല്ലോ. ഇപ്പം അടിയിൽ ഈ ചെന്മണ്ണായതുകൊണ്ട് അതിൻ്റെ അടിയിൽ തീരെ വളമൊന്നുമില്ല. ഇത് നടക്കുന്ന കുറച്ച് വളം വേണം. അപ്പോൾ മെയിനായിട്ട് വാഴയിലയാണ് ബെസ്റ്റ് വളത്തിനിടാൻ. അങ്ങനെ ഞാൻ വാഴയില മുറിക്കാൻ പോയി. അങ്ങനെ കുറച്ച് വാഴയില വെട്ടണം. അങ്ങനെ അതിൽ നല്ല കീറിയ ഇല നോക്കി വെട്ടിയെടുത്താൽ മതി. നമുക്ക് ഏതായാലും മതി. വളത്തിനല്ല, ചീരയ്ക്കിടാൻ വേണ്ടി ഉള്ള വളമല്ലേ. അപ്പോൾ അത് വാഴയില ഏത് ഇലയായാലും കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം വെട്ടിക്കൊണ്ട് വന്ന് നമുക്കിതിനെ ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ വെട്ടിക്കൊണ്ട് വന്നിട്ട് അതിനെ അരിയണം. കഷ്ണങ്ങളാക്കണം. അതിനെ പൊടി കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് അതിനെ നമുക്ക് എടുക്കണം. അപ്പോൾ എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് അധികമൊന്നും വേണ്ട, കുറച്ച് മതി. അധികം ഇലയുടെ ആവശ്യമൊന്നുമില്ല, കുറച്ച് ഇല മതി, അത് ധാരാളം. അപ്പോൾ കയ്യിൽ ഒതുങ്ങുന്നത് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ വെട്ടിയിട്ടുണ്ട്. എന്നിട്ടും അവിടെ നിന്ന് തിരയാണ്, നീ മതിയാക്ക് എന്ന് പറയാൻ ഞാൻ തന്നെ ശ്രമിക്കണം. ഓക്കെ. ബാക്കിലെ വീഡിയോക്കാരിൽ നിന്നങ്ങ് വീഡിയോ എടുക്കുകയാണ്. എൻ്റെ അനിയത്തിയുടെ മോൻ്റെ കയ്യിലാണ് ഫോൺ കൊടുത്തത്. ചെറിയ കംപ്ലൈൻ്റൊക്കെ ഉണ്ട് വീഡിയോ എടുത്തതിൽ. പിന്നെ ഞാൻ കൊണ്ടുവന്ന് അങ്ങോട്ട് ജോലി തുടങ്ങി. വെട്ടോട് വെട്ട്. കുറച്ച് നേരം എടുക്കും അത് വെട്ടിയെടുക്കാൻ. കുറച്ച് പാടുപെട്ടാലേ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റൂ. അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ സൈഡിൽ എൻ്റെ പെണ്ണ് സൈഡിൽ നിൽപ്പുണ്ട്. അവൾ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടും. അവൾ ആ പരിസരത്തേ കാണില്ല. വീഡിയോ എടുക്കണ കണ്ടെന്ന് തോന്നുന്നു.
എങ്ങാണ്ടും ഓടാനുള്ള സ്ഥലമില്ല. ആ സൈഡ് വഴി ഓടാൻ പറ്റില്ല. ഫ്രണ്ടിൽ കൂടെ വരാനും പറ്റില്ല. സ്റ്റെല്ല് അടിച്ച് അവിടെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ സ്റ്റില്ലടിച്ച് നിൽക്കുകയാണ് ആള്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ചാടി വീട്ടിനകത്തോട്ട് കയറാനുള്ള ശ്രമത്തിൽ നിൽക്കുകയാണ്. ആ സൈഡിൽ നിൽക്കണ കണ്ടില്ലേ, അവളവിടെ നിൽക്കുകയാണ്. എത്ര പറഞ്ഞിട്ടും അവൾക്ക് നാണം ഭയങ്കര നാണംകാരിയാണ്. വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓടുകയുള്ളൂ. പിന്നെ ഏകദേശം ഞാൻ വെട്ടി ഏകദേശം ഒതുങ്ങാറായി. ഇനി ഇത് കൊണ്ടുവന്ന് ഈ പോകുന്നത് ഒളിച്ച് തക്കിട ഇപ്പം മാറിയുണ്ടോ, ഓടിക്കളഞ്ഞുണ്ടോ? ആളകത്ത് ഓടി. ആളിനി ഇറങ്ങില്ല. ഇനി ക്യാമറയ്ക്ക് മുമ്പ് ആൾ വരേയില്ല. അങ്ങനെ ഞാനത് എടുത്തു, എല്ലാം കഴിഞ്ഞ്. അങ്ങനെ ഇനി അത് വിതറി ഇടണം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി ഇട്ടിട്ട് എന്താ ഇങ്ങനെ വാഴയില വെട്ടി വിതറി ഇട്ടാൽ മതി, വളമാവും. അതിൻ്റെ പുറത്ത് കുറേ മണ്ണിട്ട് ഫില്ല് ചെയ്യണം. മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും, ക്ലിയർ ആവും. പിന്നെ നല്ല വളമായിരിക്കും. പിന്നെ നമ്മൾ എന്ത് നട്ടാലും അപ്പം പൊടിക്കും. അത് ഞാൻ പൊടിച്ചതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ. അത് ഓക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മളിതിൽ നടുന്നത് ചീരയുടെ വിത്തും പയറിൻ്റെ വിത്തുമാണ് ഇപ്പോൾ ഇതിൽ നടുന്നത്. അപ്പോൾ നമുക്ക്